ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ചെലവുകൾ ഓരോ വർഷവും വർദ്ധിച്ചു വരുന്നുവെന്ന് കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. രാജ്യത്ത് 2014 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ 35,000 കോടി രൂപയാണ് ചെലവായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകട്ടെ മൊത്തം ചെലവഴിക്കപ്പെട്ടത് 50,000 കോടി രൂപ എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കോടികൾ ചെലവഴിക്കപ്പെടുമെന്ന് വല്ല ധാരണയും നമുക്കുണ്ടോ? 1,20,000 കോടി രൂപ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി രാജ്യത്ത് ചെലവഴിക്കപ്പെടുമെന്നാണ് വിലയിരുത്തൽ. എന്ന് വച്ചാൽ ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പണമൊഴുകുന്ന തെരഞ്ഞെടുപ്പായിരിക്കും ഈ ലോക്സഭാ ഇലക്ഷൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ചെലവാകുന്ന പണത്തിൻ്റെ കണക്ക് കൃത്യമായി കൊടുക്കണമെന്നാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ പറയുന്നത്. എന്നാൽ അത് പലപ്പോഴും വലിയ തമാശയായി മാറുകയാണ്. അനുവദിച്ച പണം കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണം പൂർത്തിയാക്കിയെന്ന് തെളിയിച്ച ആരെങ്കിലും ഉണ്ടോ? പാലക്കാട്ടുകാരൻ TN ശേഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി വന്നപ്പോൾ നിയമം കർശനമാക്കിയിരുന്നു. ചുവരെഴുത്തിൻ്റെയും ഘോഷയാത്രയുടെയും കണക്കെടുക്കാൻ വീഡിയോ ക്യാമറകളടക്കം ഓടി നടന്നു. അതോടെ തെരഞ്ഞെടുപ്പിൻ്റെ ഉത്സവ പകിട്ടും കുറഞ്ഞു. പക്ഷെ ശേഷൻ പദവി ഒഴിഞ്ഞു പോയി. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാർക്കശ്യവും. ഉത്സവവും യുദ്ധവും ഒക്കെ പോലെയാണ് തെരഞ്ഞെടുപ്പുകളുമെന്നാണ് പറയപ്പെടുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഉത്സവവും യുദ്ധവും സംഗമിക്കുന്ന പ്രതിഭാസമാണ് ഇലക്ഷൻ എന്ന് പറയാം. അത്ഭുത സിദ്ധികളുള്ള അധികാരമെന്ന മാന്ത്രിക ദണ്ട് കൈവശപ്പെടുത്താൻ രാഷ്ട്രീയ പാർട്ടികൾ അരയും തലയും മുറുക്കി ഇറങ്ങിക്കൊണ്ട് നടത്തുന്ന യുദ്ധമാണ് തെരഞ്ഞെടുപ്പ്. ധാരാളിത്തത്തിൻ്റെ ധനശാസ്ത്രമാണ് തെരഞ്ഞെടുപ്പ് എന്ന യുദ്ധത്തെയും നയിക്കുന്നത്. ചുവരെഴുത്ത്, പോസ്റ്റർ ഒട്ടിക്കൽ, വ്യത്യസ്ത തരത്തിലുള്ള പ്രചരണ പരിപാടികൾ, അങ്ങനെ സർവ്വസന്നാഹവും ഇറക്കി വിജയം സ്വന്തമാക്കാനാണ് ഓരോ പാർട്ടികളും ശ്രമിക്കുന്നത്. 2019 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ കക്ഷികൾ, ഇലക്ഷൻ കമ്മീഷൻ എന്നിവർ ചെലവിട്ട സംഖ്യയുടെ ഇരട്ടിയോളം ഇത്തവണ വേണ്ടിവരും. അതിർവരമ്പുകളെല്ലാം ലംഘിച്ച് കുതിച്ചു വരുന്ന തെരഞ്ഞെടുപ്പ് ചെലവുകളെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ദുഷ്പ്രവണതകളെക്കുറിച്ചും ഗവേഷണപരമായ പഠനങ്ങൾ നടത്തി വരുന്ന സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് ഇത്തവണ നിഗമനം നടത്തിയിരിക്കുന്നത് രാജ്യത്ത് 1,20,000 കോടി രൂപ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ചെലവഴിക്കുമെന്നാണ്. ഹെലികോപ്റ്ററുകൾ, കാറുകൾ, ബസ്, മറ്റ് ഗതാഗത സംവിധാനങ്ങൾ എന്നിവ ഉപയോഗിച്ചുള്ള സ്ഥാനാർത്ഥികളുടെ യാത്രാ ചെലവും കൂടിയേക്കും. വോട്ടർമാരുടെയും സ്ഥാനാർത്ഥികളുടെയും എണ്ണത്തിലുണ്ടായ വർധനവ്, മണ്ഡലങ്ങളുടെ വലിപ്പത്തിൽ വന്ന വ്യത്യാസം തുടങ്ങിയവയും ചെലവിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും സ്ഥാനാർത്ഥികളുടെയും ചെലവുകൾ ഉയർത്തുന്ന മറ്റൊരു ഘടകം ഡിജിറ്റൽ പ്രചരണങ്ങളുടെ പുതുമയാണ്. 2019 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 5,000 കോടി രൂപയാണ് ഇതിനായി ചെലവഴിച്ചത്. ഇത്തവണ അതിൻ്റെ 5 ഇരട്ടിയിലധികമായി ചെലവ് വർദ്ധിക്കും. വൻ സാധ്യതകളുള്ള നിർമ്മിത ബുദ്ധിയുടെ സങ്കേതങ്ങളും നൂതന പ്രചരണ പരിപാടികൾക്കായി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അനുയായികളിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാനും വോട്ടർമാരെ ആകർഷിക്കാനും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റും തുടർ ശ്രമങ്ങളും ഉണ്ടാകും. സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചുവരെഴുത്ത്, പോസ്റ്റർ ഒട്ടിക്കൽ, വാഹനങ്ങൾ ഉപയോഗിച്ചുള്ള പ്രചരണം എന്നിവയൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ഒരു യുദ്ധമായി മാറുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വാദ്യഘോഷങ്ങൾ മുഴങ്ങുമെന്നത് ചരിത്രത്തിൽ നാം പഠിച്ചതാണ്. കാലാളും അശ്വസേനയും ആനപ്പടയുമൊക്കെ അടങ്ങുന്ന പടയാളികളുടെ മനോവീര്യവും ആവേശവും ഉയർത്താൻ ആട്ടവും പാട്ടും വാദ്യമുഴക്കലുമൊക്കെ നടത്താറുണ്ട്. ഇതേ ഉത്സവത്തിമിർപ്പ് തന്നെയാണ് തെരഞ്ഞെടുപ്പിൻ്റെ പേരിലും പ്രകടമാകുന്നത്. പാർട്ടി പ്രവർത്തകർ, അനുഭാവികൾ, സമ്മതിദായകർ എന്നിവരുടെ പ്രീതിയും ആവേശവും ഉത്സാഹവും പോരാട്ടവീര്യവുമൊക്കെ കൊടുമുടിയിലേക്ക് എത്തിച്ചാലേ തെരഞ്ഞെടുപ്പ് യുദ്ധത്തിലും വിജയം നേടാനാകും. കൊടിതോരണങ്ങളും ഫ്ലക്സുകളും പോസ്റ്ററുകളും ഒക്കെ ചേർന്ന് ആദ്യം കളമൊരുക്കും. പിന്നീട് ഗാനങ്ങളും വാദ്യഘോഷങ്ങളും മൈക്ക് കെട്ടിയുള്ള പ്രചരണങ്ങളും ജാഥകളും ഒക്കെ ചേർന്ന് ഒരു ഉത്സവ അന്തരീക്ഷം തന്നെ സൃഷ്ടിക്കപ്പെടുന്നു. ഭരണക്കാരെ സംബന്ധിച്ചിടത്തോളം 3ാം തവണയും ജയിക്കാനായാൽ അതൊരു ശാശ്വത പ്രവണതയാകുമെന്നാണ് ഇവരുടെ വിശ്വാസം. ഇത് പ്രതിപക്ഷത്തെ ചൊടിപ്പിക്കുന്നതോടെ പോരാട്ടം കടുക്കുകയും
ഉത്സവം കൊഴുക്കുകയും ചെയ്യും. നിശ്ചിത പരിധിക്കപ്പുറം പണം ചെലവഴിക്കുന്നത് കണ്ടെത്താൻ എക്സ്പെൻഡിച്ചർ ഒബ്സർവർ, അക്കൗണ്ടിംഗ് ടീമുകൾ, ഫ്ലൈയിങ് സ്ക്വാഡ്, സ്റ്റാറ്റിസ്റ്റിക്സ് സർവൈലൻസ് ടീം എന്നിവ രംഗത്തുണ്ടാകുമെങ്കിലും പണം ധാരാളം ഒഴുകും. സ്ഥാനാർത്ഥികൾ കൂടുതൽ ധനവാന്മാരാകുന്നത് അവരുടെ വിജയസാധ്യത ഉയർത്തുമെന്നാണ് രാഷ്ട്രീയ പാർട്ടികളുടെ വിശ്വാസം. എന്നുവെച്ചാൽ സെൽഫ് ഫിനാൻസിങ് സ്ഥാനാർത്ഥികളാവും കൂടുതലായി രംഗത്തേക്ക് എത്തുക. സ്വാഭാവികമായും പണത്തിൻ്റെ പ്രളയം സൃഷ്ടിക്കപ്പെടേണ്ട തെരഞ്ഞെടുപ്പിൽ ധനാഢ്യരായ സ്ഥാനാർത്ഥികളുടെ അനുപാതം വീണ്ടും ഉയരും. 2019 തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ, രാഷ്ട്രീയ കക്ഷികൾ, ഇലക്ഷൻ കമ്മീഷൻ എന്നിവർ ചെലവിട്ട സംഖ്യയുടെ ഇരട്ടിയോളം ഇത്തവണ ഉണ്ടാകുമെന്നാണ് ഈ പഠന കേന്ദ്രം സാക്ഷ്യപ്പെടുത്തുന്നത്. എന്നുവെച്ചാൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊടി പൊടിക്കാൻ പോകുന്നത് 1,00,000-ലധികം കോടി രൂപയാണെന്ന് അർത്ഥം. ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ചെലവാകുന്നതിനേക്കാൾ കൂടുതൽ പണമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ഒഴുകാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്ര കോടികൾ ചെലവഴിക്കും എന്നത് സംബന്ധിച്ച് വല്ല ധാരണയുമുണ്ടോ എന്ന് ചോദിച്ചാൽ എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും ഉത്തരം മൗനമായിരിക്കും.